അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്യാൻസർ വന്നിട്ട് ഡോക്ടേഴ്സെല്ലാം കൈയൊഴിഞ്ഞ ഒരു രോഗിയായ ഒരു സഹോദരൻ. അദ്ദേഹത്തെ ഞാൻ സന്ദർശിക്കാൻ പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് രോഗങ്ങളും രോഗങ്ങളുടെ വേദനകൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത രാത്രികളിലും ആ രോഗിയായ സഹോദരൻ്റെ നാവിൽ നിന്നും അയാളുടെ സംസാരത്തിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു വാചകം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ ആ പരീക്ഷണം, ആ വേദനകൾ അയാൾ കടിച്ചമർത്തിക്കൊണ്ട് ഇതിന് പകരം എനിക്ക് റബ്ബ് നൽകുന്നത് മരണാനന്തരം സ്വർഗമാണ് എന്ന ഉറച്ച ബോധ്യമുള്ള ആ സഹോദരൻ അയാളുടെ സംസാരത്തിലും അയാളുടെ വാചകത്തിനുമിടയിൽ ആവർത്തിക്കുന്ന ഒരു പദം, അൽഹംദുലില്ലാഹ്, ദൈവത്തിനാണ് സർവസ്തുതിയും. വയനാട് ദുരന്തത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ, കുടുംബവും വീടും തൊഴിലുമെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരൻ, ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ക്യാമ്പിൽ നിന്ന് ആരോ തന്ന ഒരു വസ്ത്രമാണ് ആ സഹോദരൻ്റെ നാവിൽ നിന്നും വരുന്നതും അൽഹംദുലില്ലാഹ് എന്ന പദമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രവാചക വചനമുണ്ട്, അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവൻ്റെ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളും ആഹ്ലാദങ്ങളുമാകട്ടെ, വിപത്തുകളും പരീക്ഷണങ്ങളും വേദനകളുമാകട്ടെ, അത് മുഴുവനും അവന് നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഇങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക്, ഇങ്ങനെ ഒരു മർത്തബയിലേക്ക് ഒരു വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും എത്തിച്ചേരാൻ കഴിയുകയില്ല. ഇന്ന സാബതുഹു സറഅ ഫശകറ, അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആഹ്ലാദങ്ങളും കടന്നു വരുമ്പോൾ ശക്കറ, അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയാണ്. വഇന്ന സാബതുഹു ളറാഅ, അവൻ്റെ ജീവിതത്തിൽ വിപത്തുകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും കടന്നു വരുമ്പോൾ സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ വലിയൊരു ഡയമണ്ട്സ് കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള ഒരു രത്നം അയാളുടെ വീടിൽ കൊണ്ട് വളരെ സേഫായിട്ട് സൂക്ഷിച്ചിരുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഈ വിലപിടിപ്പുള്ള ഡയമണ്ട്സ് അദ്ദേഹം തിരക്കുന്നു. 1-2 ആഴ്ചകൾ അത് തിരക്കിയിട്ട് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം എന്തോ ഇങ്ങനെ ആലോചനയിൽ മുഴുകുകയും അതിനിടയിൽ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തപ്പോൾ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന ഭാര്യ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ചിന്താമഗ്നനായിട്ട് പെട്ടെന്നൊരു അൽഹംദുലില്ലാഹ് കേട്ടു, എന്താണ് അതിൻ്റെ കാരണം? മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മഹുല്ല പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളിൽ വളരെ വിലപിടിപ്പുള്ള ഒന്നെൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ഹൃദയത്തിൽ വേദനയോ നിരാശയോ പ്രയാസമോ വല്ലതും കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ ആലോചനയിൽ, എൻ്റെ ചിന്തയിൽ ഒരു നിരാശയും ഒരു വിഷാദവും കടന്നു വന്നിട്ടില്ല. പരീക്ഷണങ്ങളിലും പതറാത്ത മനസ്സ് എനിക്ക് തന്ന എൻ്റെ റബ്ബിനെ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് സ്തുതിച്ചതാണ്.
പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നാം ഈ ഒരു ലോകം കൊണ്ട് ജീവിക്കുന്നവരല്ല. മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്ങാനാകാത്ത രോഗങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നും, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും, വല്ലാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ പരിരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. താങ്ങാൻ കഴിയാത്ത, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നാഥാ നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ പടച്ചവനെ. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പാക്കണമേ, നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം പരലോകവും ആനന്ദവും സംതൃപ്തിയിലുമായി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.